മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ് ഹൈക്കോടതിയിൽ നിന്ന്. വെള്ളാപ്പള്ളി നടേശനെതിരായ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് വിജിലൻസ് DIG കെ കാർത്തികിന് കൈമാറണമെന്ന സർക്കാരിന്റെ ആവശ്യം അത് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. SPS ശശിധരൻ തന്നെ തുടർന്നും കേസ് അന്വേഷിക്കുമെന്നും ഉത്തരവ് 7 ദിവസത്തിനകം പുറപ്പെടുവിക്കണമെന്നും ആഭ്യന്തര വകുപ്പിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, ഇങ്ങനെയൊരു സർക്കാരിന്റെ നിർദ്ദേശം ഏത് സാഹചര്യത്തിലാണ്, എന്തിനാണ്? അതോടൊപ്പം ഇത് വിധിയെ ബാധിക്കില്ലേ, അതിലിനിയും കാലതാമസം ഉണ്ടാകില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചതാണ്. ഇപ്പോൾ കൃത്യമായി ആ നീക്കം, ആ നടപടി തടയുകയാണ് കോടതി. ആര്യ, തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനെ സഹായിക്കാനുള്ള ഒരു സർക്കാർ നീക്കമെന്നതായിരുന്നു പരാതിക്കാരന്റെ ആരോപണം. അവിടെയാണ് ഇപ്പോൾ സർക്കാരിന് വലിയ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് കേസിന്റെ അന്വേഷണം ഒക്ടോബർ 30-നകം പൂർത്തീകരിക്കണമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. അവിടെ നേരത്തെ വിജിലൻസ് SP ആയിരുന്ന S ശശിധരനാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ശശിധരൻ എന്നാൽ സംസ്ഥാന പോലീസിൽ തന്നെ ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ മാറ്റി അദ്ദേഹം വിജിലൻസിൽ നിന്ന് പോയപ്പോൾ അദ്ദേഹത്തിന് പകരം ഈ കേസ് വിജിലൻസ് DIG കെ കാർത്തികിന്റെ നേതൃത്വത്തിൽ ഒരു SITക്ക് കൈമാറാനായിരുന്നു സർക്കാർ നീക്കമുണ്ടായിരുന്നത്. പക്ഷേ ആദ്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത് S ശശിധരൻ തന്നെ തുടർന്ന് അന്വേഷിക്കുന്നതിൽ എതിർപ്പില്ല, ശശിധരൻ തന്നെ തുടരട്ടെ എന്നതായിരുന്നു. ആ ഉറപ്പ് കോടതിയിൽ നൽകിയ ശേഷമാണ് ഉടനെ സർക്കാർ മലക്കം മറിഞ്ഞുകൊണ്ട് ഇത് മറ്റൊരു അന്വേഷണ സംഘത്തിന് കൈമാറാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായും അടുത്ത മാസം 30-ന് അകം അന്വേഷണം പൂർത്തിയാക്കാൻ എന്തായാലും പുതിയൊരു SIT വരുമ്പോൾ അതിന് സാധ്യമാകില്ല. ഈ കേസിന്റെ അന്വേഷണം അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വെള്ളാപ്പള്ളിയെ സഹായിക്കാനുള്ള നീക്കമാണ് എന്നതാണ് പരാതിക്കാരൻ കോടതിയിൽ കൃത്യമായി ബോധിപ്പിച്ചത്. അതിനുള്ളൊരു അംഗീകാരം ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു വേണമെങ്കിൽ പറയാം. കാരണം 7 പിണറായി വിജയൻ ആദരിക്കുന്ന ചിത്രങ്ങൾ സഹിതമാണ് കോടതിയിലേക്ക് എത്തിയത്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതായത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ വെള്ളാപ്പള്ളിയെ ഒന്ന് രക്ഷിച്ചെടുക്കാനുള്ളതാണ് സർക്കാരിന്റെ ഈ ശ്രമം എന്ന, അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള ശ്രമമെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. പിന്നിൽ ആര്യ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരനായ MS അനിൽ കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയത് വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അടുപ്പമാണ്. മുഖ്യമന്ത്രി തന്നെയാണ് വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇവർ ഒരുമിച്ച് പല പരിപാടികളിൽ പങ്കെടുക്കുന്നു. വിജിലൻസ് കേസിൽ പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനെ തലപ്പാവണിയിക്കുന്ന പിണറായി വിജയന്റെ ചിത്രങ്ങളും സഹിതമാണ് പരാതിക്കാരൻ കോടതിയിലേക്ക് വന്നത്. അവിടെ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായി സർക്കാർ നിൽക്കുന്നു എന്നതായിരുന്നു പരാതിക്കാരന്റെ ആരോപണം. അതിലാണ് കോടതി ഈ കേസിന്റെ അന്വേഷണം S ശശിധരൻ തന്നെ തുടരട്ടെ എന്ന് പറയുമ്പോൾ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് SP-യേക്കാൾ വലിയ ഉദ്യോഗസ്ഥനാണ് DIG കെ കാർത്തിക് എന്നത്. പക്ഷേ അവിടെ ഈ പരാതിക്കാരൻ ഉയർത്തിയ വാദം എന്നത് നേരത്തെ സർക്കാർ തന്നെ കോടതിയിൽ ഉറപ്പ് കൊടുത്തതാണ് ശശിധരൻ തന്നെ അന്വേഷിക്കട്ടെ എന്നത്. കഴിഞ്ഞ കുറച്ചധികം കാലമായി ശശിധരനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പൊടുന്നനെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് അത് വെള്ളാപ്പള്ളിയെ രക്ഷിച്ചെടുക്കാനും വെള്ളാപ്പള്ളിയെ സഹായിക്കാനുമുള്ള ഒരു നീക്കമാണ് എന്ന് സ്വാഭാവികമായും സംശയിക്കത്തക്ക രീതിയിലാണ് ആ പരാതിക്കാരൻ ഈ കോടതിക്ക് മുന്നിലേക്ക് കാര്യങ്ങൾ ധരിപ്പിച്ചത്. അവിടെയാണ് സർക്കാരിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് കേസ് എന്ന് പറയുന്നത് കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുള്ള കേസാണ്. അതായത് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് വളരെ ചെറിയ പലിശയ്ക്ക് പണമെടുത്ത് അത് SNDP വിവിധ ശാഖാ യൂണിയനുകൾ വഴി മൈക്രോ ഫിനാൻസ് പദ്ധതി എന്ന നിലയിൽ വിതരണം ചെയ്തതിലെ പലയിടത്തും കണക്കുകളിലൊക്കെ പാകപ്പിഴകളുണ്ട് എന്നതാണ് വിജിലൻസ് പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട അന്വേഷണമാണ്. സാധാരണ നിലയിൽ ഈ കേസിന്റെയൊക്കെ അന്വേഷണം പൂർത്തീകരിക്കാനായി ഇത്രയധികമൊന്നും സമയം കാത്തിരിക്കേണ്ടതില്ല. ഇതേണ്ട 6-7 വർഷമായി തുടരുന്ന ഒരു അന്വേഷണമാണ്. സ്വാഭാവികമായും കോടതിക്ക് ഒരുപാട് സംശയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള ഒരു നീക്കത്തിന് വലിയ തിരിച്ചടിയിലേക്ക് പോകാനുള്ള ഒരു കാരണവും.